നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. BASLP അഥവാ ബാച്ചലർ ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BASLP. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും നിരവധിയായിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിന്റെ സേവനം വളരെയധികം അനിവാര്യവുമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പല ഡെവലപ്മെന്റ് ഡിലേസ് വരാറുണ്ട്. ഓട്ടിസം പോലെയുള്ള ചില പ്രോബ്ലംസ് നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തം. അതുപോലെ തന്നെ മുതിർന്നവരിലാണെന്നുണ്ടെങ്കിലും ന്യൂറോ സൈക്കാട്രി വിഭാഗത്തിലാണെങ്കിലും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിന്റെ സേവനം അനിവാര്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള അവസരങ്ങളാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിന്റെ മുന്നിൽ ഉണ്ടാവുക. ഇതൊരു 4 വർഷത്തെ ഡിഗ്രി കോഴ്സായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം 4 വർഷത്തെ ഡിഗ്രി കോഴ്സിനകത്ത് തന്നെ ഇന്റേൺഷിപ്പും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഫോം ചെയ്തോ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ലഭിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് BASLP. കാരണം ഡോക്ടറിനെ പോലെ തന്നെ നിങ്ങൾക്കും ഒരു ക്ലിനിക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറച്ച് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല വിദേശത്തും നിരവധിയായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കോഴ്സാണ് BASLP. കാരണം ഇതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്കില്ല് ഉള്ള ഒരാളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകമാകുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു റീഹാബിലിറ്റേഷൻ സയൻസിലുള്ള കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ വെക്കാവുന്ന ഒരു കോഴ്സാണ് BASLP. കേരളത്തിൽ ഏകദേശം 15 താഴെ കോളേജുകൾ മാത്രമാണ് ഉണ്ടാവുക. 1000-ൽ താഴെ കുട്ടികളാണ് കേരളത്തിൽ ആകെ പഠിക്കുക. കേരളത്തിന് പുറത്തേക്കാണെങ്കിലും വളരെ ചുരുക്കം ചില കോളേജുകളിൽ മാത്രമാണ് ഈ BASLP കോഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻസ് വളരെയധികം നിർബന്ധമാണ്. ഇതുകൂടാതെ RC അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷനും അപ്രൂവൽസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വാലിഡിറ്റി ലഭിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് BASLP പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് യൂണിവേഴ്സിറ്റിയുടെയും RCA അംഗീകാരമുള്ള കോളേജുകളാണെന്ന് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ക്ലിനിക്കൽ പ്രാക്ടീസുകൾ കാര്യങ്ങൾ ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്നത് പോലെയല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലിനിക്കൽ ട്രെയിനിങ്ങും അതിനനുസരിച്ചുള്ള കഴിവുകളും വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഉപകരിക്കുന്നതുമായിരിക്കും. കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ തന്നെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തുടങ്ങുക. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കേരളത്തിന് പുറത്തേക്കുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കോളേജുകളിലേക്കും അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സ് വളരെയധികം കാലതാമസം നേരിടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു ജൂലൈ മാസം ഓഗസ്റ്റ് മാസത്തോടു കൂടി മാത്രമാണ് എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് കേരളത്തിന് പുറത്തേക്കുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളെല്ലാം തന്നെ സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ടോപ്പ് ലെവൽ ആയിട്ടുള്ള ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള ടോപ്പ് ലെവൽ ആയിട്ടുള്ള പല കോളേജുകളിലേക്കും അഡ്മിഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റി അനുസരിച്ച് പഠിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഫീസിൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കുള്ള ടോപ്പ് ലെവൽ കോളേജുകളിലേക്ക് പഠിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.